സത്യജ്ഞാനത്തെ തെളിയിക്കുന്ന ധർമ്മവ്യവസ്ഥയെ ഋഷീശ്വരന്മാർ വിളിച്ച പേരാണ് രാഷ്ട്രം. നമ്മൾ പക്ഷേ രാഷ്ട്രത്തെ നേഷൻ എന്നാണ് വിവർത്തനം ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. നേഷൻ എന്ന ആംഗലേയ പദം ലാറ്റിനിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. ജനനം എന്ന് മാത്രമാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നോക്കിയാൽ നേഷൻ എന്നാൽ ഒരേ സ്ഥലത്ത് ജനിച്ച അല്ലെങ്കിൽ പൊതുവായ ഒരു കൂട്ടം ആൾക്കാരുടെ ജനന വ്യവസ്ഥ എന്ന് മാത്രമാണ് അർത്ഥം കൽപ്പിക്കാനാവുന്നത്. അവനവനിലെ സത്യത്തെ രഞ്ജിപ്പിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയുടെ സ്വരൂപമായ രാഷ്ട്രം എന്ന സങ്കല്പത്തെ യൂറോപ്യൻ്റെ സങ്കുചിത വംശീയ സങ്കല്പമായ നേഷൻ എന്ന തൊഴുത്തിൽ കൊണ്ട് കെട്ടുമ്പോൾ അമ്മ സരസ്വതിയുടെ വറ്റിപ്പോയ കൈചാലുകളിലൂടെ ഒരു ജനതയുടെ ധാർമ്മിക പാരമ്പര്യമാണ് ഭൂമിക്കടിയിലേക്ക് മറഞ്ഞു പോകുന്നത്. വേദങ്ങളിൽ അനേകമിടത്ത് രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എത്രയോ തവണ അത് ആവർത്തിച്ചിട്ടുമുണ്ട്. എന്നിട്ടും രാഷ്ട്രായ സ്വാഹ ഇദം ന മമ എന്ന് RSSൻ്റെ ദ്വിതീയ സർസംഘചാലകായ ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞു തന്നത് ആവർത്തിക്കുന്ന നമ്മൾ പോലും രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും നേഷൻ, നാഷണലിസം എന്നുള്ള വാക്കുകളിൽ കുരുക്കിയിടാൻ നിർബന്ധിതരാകുന്നു. രാഷ്ട്രം മാത്രമല്ല, സത്യത്തിൻ്റെ വെളിച്ചത്തിൽ രമിക്കുന്ന ഭാരതിയും ഋഷിമാരുടെ വൈദിക സൂക്തങ്ങളോളം പഴക്കമുള്ളതാണ്. സരസ്വതിയും ഇളയും ഭാരതിയുമായി സത്യത്തിനെ തെളിയിക്കുന്ന മഹാദേവിയുടെ തൃത്വങ്ങളെപ്പറ്റി വേദങ്ങളിലെ അനേകം മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അവിടുന്ന് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും കാലമെത്തുമ്പോൾ ആര്യാവർത്തമെന്നും ജംബുദ്വീപമെന്നും ഭാരതവർഷമെന്നുമുള്ള സങ്കല്പം അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്നു. ഭാഗവത പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ജംബുദ്വീപിൻ്റെയും ഭാരതവർഷത്തിൻ്റെയും മഹത്വം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊരു വൈദേശിക ആശയധാരയുടെയും സ്വാധീനത്തിന് 1000 ആണ്ടുകൾ മുൻപേ തന്നെ അഖണ്ഡ ഭാരതം അതിലുണ്ടായിരുന്നു. ഭാരതവർഷത്തിൻ്റെ ആധ്യാത്മികമായ മഹത്വം വ്യക്തമായി വിഷ്ണു പുരാണത്തിലും മഹാഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളപ്പോഴാണ് യൂറോപ്യന്മാർ ഭരിച്ച് ഒരുമിപ്പിച്ചതാണ് ഭാരതമെന്ന തലതിരിഞ്ഞ ചരിത്ര പാഠങ്ങൾ പലരും നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദിവസേന ഭാഗവതം വായിക്കപ്പെടുന്ന മഹാക്ഷേത്രങ്ങൾക്കടുത്തുള്ള വിദ്യാലയങ്ങളിലെ സോക്കോൾഡ് ചരിത്ര പണ്ഡിതരോട് നമുക്ക് തർക്കിക്കേണ്ട ദുരവസ്ഥയുമുണ്ട്. 1000 ആണ്ടുകൾ നീണ്ടുനിന്ന നിരന്തരമായ വൈദേശിക അധിനിവേശം സകല ശക്തിയും ഉപയോഗിച്ച് ഈ മണ്ണിലെ ധീരന്മാർ തകർത്തെറിഞ്ഞെങ്കിലും കുറച്ചു ഭാഗങ്ങളെങ്കിലും നമുക്ക് അടിമപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഭാരതം അതിനു മുൻപുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. ഭാരതത്തിലെ വീരന്മാരുടെ ഓരോ ഗോത്രത്തിനും കാളികാമാതാ മുതൽ ചാമുണ്ടേശ്വരി വരെയുള്ള കുലദേവതമാരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. മഹാനായ പൃഥ്വിരാജ് ചൗഹാൻ ഉൾപ്പെടെയുള്ള എല്ലാ രജപുത്ര രാജാക്കന്മാരും ദുർഗാദേവിക്കോ ചാമുണ്ടേശ്വരിക്കോ ജയം ഘോഷിച്ചുകൊണ്ടാണ് അധിനിവേശ ശക്തികളുടെ തലകൾ യുദ്ധഭൂമിയിൽ അരിഞ്ഞു തള്ളിയത്. ജനനിയും ജന്മഭൂമിയും കുലദേവതയും ഒന്നാണെന്ന സങ്കല്പം ആദികാവ്യത്തിലൂടെ മുലപ്പാലായി തന്നെ രജപുത്ര വീരരുടെ രക്തത്തിൽ അലിഞ്ഞിരുന്നതാണ്. ഘോരയും ഗസ്നിയും മുതൽ ഔറംഗസേബ് വരെയുള്ള അധിനിവേശ ശക്തികൾക്കെതിരെ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജന്മഭൂമിയെ രക്ഷിക്കാൻ അടരാടിയപ്പോഴാകണം കശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള ഭവാനി സങ്കല്പം ദേശപ്രേമത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും മൂലമന്ത്രമായി മാറിയത്. ഈ പുണ്യഭൂമിയുടെ മാനം കാക്കാൻ സ്വജീവൻ ബലിദാനം ചെയ്ത അനേകം സിഖ് പുണ്യാത്മാക്കളിലൊരാളായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ് സർവശക്തയായ ചണ്ഡിയുടെ ഏറ്റവും വലിയ സ്തോത്രങ്ങളിലൊന്ന് ചണ്ഡി ദിവാർ രചിച്ചത്. സിഖുകാരുടെ പരമഗുരുവായ ഗുരു ഗ്രന്ഥ സാഹിബിലെ 5-ാമത്തെ അധ്യായത്തിൽ സകല അസുരന്മാരെയും ഉന്മൂലനം ചെയ്യുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ശക്തിപ്രദായിനിയായ ജ്ഞാനസ്വരൂപിണിയായ കൃഷ്ണനും രാമനും സകല ദേവന്മാർക്കും വീര്യമായി വിളങ്ങുന്ന ഭഗവതിയെ അദ്ദേഹം വർണ്ണിക്കുന്നത്. ഹിന്ദു ഭൂമിയുടെ പാരതന്ത്ര്യം കുടഞ്ഞെറിയാൻ ഗുരു ഗോവിന്ദ സിംഗ് സ്ഥാപിച്ച ഖൽസ യുദ്ധവീരരുടെ ഗാനങ്ങളിലൊന്നായി പിന്നീട്
ചണ്ഡി ദിവാർ മാറി. അമ്മ ഭഗവതിയുടെ ശക്തിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കൃപാണധാരികളായ ശിഖവീരന്മാർ ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായും മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായും ആധുനിക കാലം വരെ പോരാടിയിട്ടുണ്ട്. സാധകന്റെ അന്ധകരണത്തിൽ ആത്മരൂപമായി വിളങ്ങുന്ന ദേവീരൂപമാണ് മാതാ ഭവാനി. ആധുനിക ഭാരതത്തിൻ്റെ വടക്കേയറ്റമായ കശ്മീരത്തിലെ ഖീർ ഭവാനി ദേവി മുതൽ തെക്കേയറ്റത്തെ കന്യാകുമാരി വരെ ഒരു വ്യത്യാസവുമില്ലാതെ ആരാധിക്കപ്പെടുന്ന ദേവീ സങ്കല്പമാണത്. രജപുത്രരുടെ പോർവിളികളിൽ എവിടെയോ ആയിരിക്കണം ആ സങ്കല്പം ആദ്യമായി സ്വരാജ്യ സ്നേഹത്തോടും ആത്മാഭിമാനത്തോടും ചേർത്തു നിർത്തപ്പെട്ടത്. എന്നാൽ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ഭവാനി മാതാവിൻ്റെ സകല ശക്തിയും ആവേശിച്ചത് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനായ ഛത്രപതി ശിവാജി മഹാരാജാവിലാണ്. ഭഗവയും ഭവാനിയും ഒരേപോലെ രാഷ്ട്രസങ്കല്പത്തിൻ്റെ ബോധമണ്ഡലത്തിൽ സൂര്യതുല്യം ഉദിച്ചുയർന്ന സമയമാണത്. അധിനിവേശ ശക്തികളെ എതിർത്തൊടുക്കാൻ മറാഠകളുടെ ദേഹത്തു നിന്നൊഴുകിയ ഓരോ തുള്ളിച്ചോരയിലും ഭഗവയുടെയും ഭവാനിയുടെയും മുദ്ര തെളിഞ്ഞു നിന്നു. ഓരോ ദേശദ്രോഹിയുടെയും തല ഭൂമിയിൽ പതിക്കുമ്പോൾ അവളുടെ സിംഹം ഗർജിച്ചു. മറാഠ വീര്യത്തിനു മുന്നിൽ സ്വദേശം തിരികെ ലഭിച്ചു എന്ന് നാം വിചാരിച്ച സമയമായപ്പോഴേക്കും ഭാരത സങ്കല്പത്തിൻ്റെ തിരിച്ചുവരവിനായുള്ള എല്ലാ പോരാട്ടങ്ങളിലും സിംഹാരൂഢയായ ദുർഗാഭവാനിയുടെ മുദ്ര പതിഞ്ഞിരുന്നു. ഗുരുപവനപുരിയുടെ നടവഴികളിൽ കൃഷ്ണകൃഷ്ണ എന്ന് മാത്രം ജപിച്ചു നടന്ന, മലയാളം ഒഴിച്ച് മറ്റൊരു ഭാഷയിലും വലിയ പാണ്ഡിത്യമില്ലായിരുന്ന പൂന്താനം നമ്പൂതിരി വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഭാരത മഹിമയെപ്പറ്റി 16-ാം നൂറ്റാണ്ടിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉത്തമഖണ്ഡമായ ഭാരതഭൂതലത്തെ കർമ്മക്ഷേത്രമായാണ് ജ്ഞാനപ്പാന പറയുന്നത്. ബ്രഹ്മലോകത്തിരിക്കുന്നവർക്ക് പോലും കർമ്മബീജം മുളപ്പിക്കണമെങ്കിലോ അത് വരട്ടിക്കളഞ്ഞ് ജന്മനാശം വരുത്തണമെങ്കിലോ ഭാരതമായ ഖണ്ഡമൊഴിച്ച് ലോകത്ത് എങ്ങും എളുപ്പമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഭാരതഭൂമിയിൽ വന്ന് ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചു കൊള്ളാനുള്ള ഭാഗ്യം തങ്ങൾക്കില്ലാതെ പോയല്ലോ എന്ന് ഭാരതമൊഴിച്ചുള്ള സകല ലോകങ്ങളിലെയും ദേവന്മാരുൾപ്പെടെയുള്ള സകല ജീവികളും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടുന്നു. കർമ്മനാശം വരുത്തുവാനുള്ള ഈ പുണ്യഭൂമിയെന്നും തപോഭൂമിയെന്നുമുള്ള സങ്കല്പം പത്മപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും മഹാഭാഗവതത്തിലുമെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അമൂർത്തമായ സങ്കല്പമല്ല ഭാരതഭൂമി എന്നത് വ്യക്തമായ ഭൂമിശാസ്ത്ര അതിരുകളോടുകൂടി തന്നെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഋഷിമാർ ഭാരതത്തെ അടയാളപ്പെടുത്തിയിരുന്നു. പുരാണങ്ങളിലെ ചണ്ഡിയും ഭവാനിയും ഉൾപ്പെടെയുള്ള കുല ദേശദേവതകൾ ഒരുമിച്ചു ചേർന്നാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം സ്വാതന്ത്ര്യസമര വീരന്മാരുടെ ഹൃദയങ്ങളിൽ പ്രോജ്വലിച്ചത്. ബംഗാളിലാണ് അടുത്ത കൊടുങ്കാറ്റ് വീശിയത്. കരം പിരിക്കാനുള്ള അവകാശം എവിടെ നിന്നോ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരമായി മാറിയപ്പോൾ അതിനെതിരെയുള്ള സമരം. ഓരോ തരി മണ്ണിലും അലിഞ്ഞു ചേർന്ന അമ്മയുടെ, ദുർഗാദേവിയുടെ, മാതാ ഭവാനിയുടെ പവിത്രതയെ ഉള്ളിൽ നിറയ്ക്കുവാനായി വർഷാവർഷം ഭാരതത്തിൻ്റെ സകല ഭാഗത്തു നിന്നും ബംഗാളിലേക്ക് സന്യാസിമാർ തീർത്ഥാടനത്തിനെത്തിയിരുന്നു. അമ്മയെ കാണാനായി വങ്കതീർത്ഥ സ്നാനങ്ങളിലേക്ക് എത്തുന്ന തങ്ങളിൽ നിന്ന് നികുതി തല്ലിപ്പിരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സായിപ്പിൻ്റെ അഹങ്കാരത്തെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ആ അഹങ്കാരത്തിൻ്റെ അധിനിവേശം തൂത്തെറിയുമെന്ന് ഗർജിച്ചുകൊണ്ട് സന്യാസിമാർ മുഴക്കിയ വിപ്ലവ ഗീതമാണ് വന്ദേ മാതരം. അവരമ്മയെന്ന് വിളിച്ചത് ജംബുദ്വീപത്തിൻ്റെ രത്നമായി വിലസുന്ന ഈ ഭാരതഖണ്ഡത്തെയാണ്. അവർ അമ്മയെന്ന് വിളിച്ചത് ഒരു പുല്ലായെങ്കിലും ജനിച്ചാൽ മോക്ഷം സിദ്ധിക്കുന്ന ഈ പുണ്യഭൂമിയെയാണ്. അവർ അമ്മയെന്ന് വിളിച്ചത് ഇതിൽ ജനിച്ച്, ഇതിൽ മരിച്ച്, ഇതിൽ ലയിച്ചു തീരാൻ ദേവകൾ പോലും കൊതിക്കുന്ന ഈ മാതൃഭൂമിയെയാണ്. ഈ സന്യാസി വിപ്ലവത്തെയാണ് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ തൻ്റെ ആനന്ദമഠം എന്ന ചരിത്രാഖ്യായികളിൽ പുനരാവിഷ്കരിച്ചത്. വന്ദേമാതരം എന്ന അതിപ്രശസ്ത മുദ്രാവാക്യം അതോടെ ദേശസ്നേഹികളുടെ മനസ്സിൽ തീക്കാറ്റായി പടർന്നു. സ്വദേശം വിദേശികൾക്ക് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ കമ്പനിപ്പടയ്ക്കെതിരെ വിപ്ലവം നയിച്ച വീരകേരളവർമ്മ പഴശ്ശി രാജാവിൻ്റെ പിന്നിൽ ശക്തിയായി ശ്രീ പോർക്കലിയായി നിലകൊണ്ടതും അതേ ഭാരതമാതാവായിരുന്നു. ജയ് ഭവാനിക്ക് പകരം ശ്രീ പോർക്കലിയുടെ തിരുനാമങ്ങളാണ് ആ വിപ്ലവത്തിൽ ഘോഷിക്കപ്പെട്ടത്. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കുമെന്നും അല്ലെങ്കിൽ സ്വജീവിതം ബലി കൊടുക്കുമെന്നും ബാലനായിരിക്കുമ്പോൾ തന്നെ ശ്രീ പോർക്കലിയുടെ മുന്നിൽ വീരപഴശ്ശി സത്യം ചെയ്തിരുന്നുവെന്നാണ് ചരിത്രം. വേണാടിൻ്റെ ധീരപുത്രൻ വേലുത്തമ്പിയും സ്വന്തം ജീവിതം വീരാഹുതി ചെയ്യുവാൻ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത്
മണ്ണടി ദേവിയുടെ മുന്നിലാണ്. തമിഴകത്തിലെ പാഞ്ചാലക്കുറിച്ചിയിൽ സ്വന്തം നാടിനെ കൊടിയ നികുതി ഭാരത്തിൽ നിന്ന് രക്ഷിക്കാൻ ബ്രിട്ടീഷുകാരൻ്റെ തലയെരിഞ്ഞു വീഴ്ത്തിയ വീരപാണ്ഡ്യ കട്ടബൊമ്മനും ഇതേ മാതാവിൻ്റെ പുത്രൻ തന്നെയായിരുന്നു. തൻ്റെ പരദേവതയായ വീരസക്കാദേവിയമ്മൻ്റെ തിരുനാമം ഘോഷിച്ചുകൊണ്ടാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മനും സ്വദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി അടരാടിയത്. 1885 കൊൽക്കത്തയിൽ പ്രചരിച്ച കാളിമാതാവിൻ്റെ ചിത്രങ്ങളിൽ അവൾ കഴുത്തിലണിഞ്ഞിരിക്കുന്ന അസുര ശിരസ്സുകൾക്ക് വെള്ളക്കാരൻ്റെ ഛായയാണെന്ന് കണ്ട് ആ ചിത്രങ്ങൾ ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. ഭാരതത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ലഘുലേഖകളിൽ മഹാകാളിയുടെ മുന്നിൽ ഈ വെള്ളയാടുകളെ നാം ബലി കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഭാരതത്തിൻ്റെ ഏതു മുക്കിലും മൂലയിലുമുള്ള സ്വദേശാഭിമാന പ്രചോദിതങ്ങളായ സകല വിപ്ലവങ്ങളുടെയും കാരണഭൂതയായി ചണ്ഡിയെന്നും ഭവാനിയെന്നും വിളിക്കുന്ന ഇതേ അമ്മ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ളത് അത്ഭുതകരമായി തോന്നും. അതിന് ആധുനികമെന്നോ പൗരാണികമെന്നോ വ്യത്യാസമില്ല. വംഗമാതാവിനോടൊപ്പമോ അതിനു മുൻപായോ ഒറിയയിലെ ദേശഭക്തി ഗാനങ്ങളിൽ ഉത്കലാദേവി ഉണ്ടായിരുന്നു. മുംബാദേവിയുടെ മുംബൈയിലും കാളിമാതാവിൻ്റെ കാളിഘട്ടിലും ചണ്ഡിയിലും ഭവാനിയിലും ശ്രീപോർക്കലിയിലും കന്യാകുമാരിയിലും വരെ വിളങ്ങി നിന്ന സകല ദേവതാസങ്കല്പങ്ങളും ചേർന്ന് ഓരോ ഭാരതീയൻ്റെയും സ്വാതന്ത്ര്യ വാഞ്ചയുടെയും ദേശപ്രേമത്തിൻ്റെയും ചിതഗ്നികുണ്ഡത്തിൽ നിന്നാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം പിറവിയെടുക്കുന്നത്. വന്ദേമാതരം മന്ത്രമാണെങ്കിൽ ഓരോ മൂർത്തിയോടും ചേർന്ന് ഋഷി ഉണ്ടാവണമല്ലോ. ആരാണ് ഭാരതാംബയെ മനസ്സുകളിൽ അഷ്ടബന്ധമിട്ടുറപ്പിക്കുവാൻ അവതാരം ചെയ്ത ആ ഋഷി? അത് മറ്റാരുമല്ല, ആർഷഭൂമിയുടെ അനാദിയായ ഗുരുപരമ്പരയുടെ സകല പ്രഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുണ്യഭൂമിയുടെ പാരതന്ത്ര്യ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാൻ കാളിമാതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് ഉദിച്ചുയർന്ന വിവേകാനന്ദ സ്വാമികളായിരുന്നു ആ ഋഷി. അടുത്ത 50 കൊല്ലത്തേക്ക് സകല ദേവതകളെയും മാറ്റി നിർത്തി നിങ്ങൾ ഭാരതമാതാവിനെ മാത്രം ഭജിക്കുവാനാണ് അദ്ദേഹം പറഞ്ഞത്. വേദപുരാണങ്ങൾ മുതൽ വിവേകാനന്ദ സ്വാമികൾ വരെ എത്തി നിൽക്കുന്ന നൈരന്തര്യത്തിൻ്റെ ആ ഭാരത മഹിമ. എന്നിട്ടാണ് ഭാരതരാഷ്ട്രത്തെ ബ്രിട്ടീഷുകാർ കൂട്ടിയോജിപ്പിച്ചതാണെന്ന് ചില വിഡ്ഢികൾ പറയുന്നത്. 1905 സ്വദേശി ചിത്രകലാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന അബനീന്ദ്രനാഥ ടാഗോർ ഭാരതാംബയുടെ ഒരു ചിത്രം വരച്ചു. അതിനു മുൻപ് തന്നെ ആനന്ദമഠം രചിച്ച ബങ്കിം ചന്ദ്ര ചതോപാധ്യായ ഉൾപ്പെടെയുള്ളവർ ഭാരതാംബയുടെ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിലും അബനീന്ദ്രനാഥ് രചിച്ച ചിത്രം സകലരുടെയും പ്രശംസയ്ക്ക് പാത്രമായി. തികഞ്ഞ ഭാരതീയ രീതിയിൽ തന്നെയായിരുന്നു ആ ചിത്രം രചിച്ചത്. കേസരി വസ്ത്രമണിഞ്ഞ ഭാരതമാതാവിൻ്റെ 4 കൈകളിൽ ജപമാലയും നെൽക്കതിരുകളും ശുഭ്രവസ്ത്രവും ഗ്രന്ഥവും പിടിച്ചിരുന്നു. ചിത്രം കണ്ട ഭഗിനി നിവേദിത ഇങ്ങനെ പറഞ്ഞു: ഭാരതത്തിൻ്റെ ഹൃദയം ഈ ചിത്രത്തിലുണ്ട്. എനിക്ക് കഴിയുമെങ്കിൽ ചിത്രത്തിൻ്റെ ആയിരക്കണക്കിന് പകർപ്പുകളെടുത്ത് രാജ്യം മുഴുവൻ വിതരണം ചെയ്യും. ഒരു കൂലിക്കാരൻ്റെ കുടിയിലായാലും കൈപ്പണിക്കാരൻ്റെ കുടിലായാലും കേദാരനാഥം മുതൽ കന്യാകുമാരി വരെയുള്ള ഓരോ ഭവനങ്ങളുടെയും ഭിത്തിയിൽ ഈ ചിത്രം ഉണ്ടായിരിക്കണം. ആ അമ്മയുടെ പവിത്രതയും വിശുദ്ധിയും ചിത്രത്തെ നോക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ പതിയണം. പിന്നീട് അവിടുന്നുള്ള ചരിത്രം നമുക്കെല്ലാം അറിയാവുന്നതാണ്. വിനായക ദാമോദര സവർക്കർ മുതൽ ജവഹർലാൽ നെഹ്റു വരെയുള്ള എല്ലാ ദേശീയ നേതാക്കളും അവരവരുടെ സംസ്കാരത്തിനും സങ്കല്പത്തിനും ഉതകുന്ന രീതിയിൽ വന്ദേമാതരവും ജയ് ഹിന്ദും ഭാരതമാതാവ് വിജയിക്കട്ടെ എന്നുമുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന സ്വശിരസ് മുറിച്ച് കരത്തിലേന്തി നിൽക്കുന്ന ഛിന്നമസ്താദേവിയുടെ രൂപത്തിൽ മുതൽ കാരുണ്യവതിയും സർവലോകാഭയങ്കരിയുമായ ലളിതാദേവിയുടെ രൂപത്തിൽ വരെ ഭാരതമാതാവിനെ വരച്ചിട്ടുണ്ട്. ഭാരതമാതാവിന് മുന്നിൽ സ്വന്തം ശിരസ് സമർപ്പിക്കുന്ന സർദാർ ഭഗത് സിംഗിൻ്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ചിത്രങ്ങൾ ഒരു സമയത്ത് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ രഹസ്യ ലഘുലേഖകളിലെല്ലാം അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു. 1936 വാരാണസിയിലെ ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രം ഭാരതത്തിലെ ഹരിജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രമായി മാറട്ടെ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അടുത്ത 50 കൊല്ലം മറ്റെല്ലാ ദേവതാ ഉപാസനയും മാറ്റിവെച്ച് ഭാരതമാതാവിനെ മാത്രം ആരാധിക്കുവാൻ നമ്മോട് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. RSS സ്ഥാപകനായ ഡോക്ടർ കേശവബൽറാം ഹെഡ്ഗേവാർ ആ വിവേകാനന്ദവാണിയെ സിംഹവാഹിനിയായ അഖണ്ഡ ഭാരതമാതാവിൻ്റെ ഉപാസനയിലൂടെ സാധനാമാർഗമാക്കി നമുക്ക് നൽകി. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറം ഈ പുണ്യഭൂമിയുടെ പരമവൈഭവം മുന്നിൽ കണ്ട് ഡോക്ടർ ജി മൂർത്തരൂപത്തിലാക്കിയ വിവേകാനന്ദ മന്ത്രം ഇന്ന് രാഷ്ട്രത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് 2014 മുതൽ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാം. വെറും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിനപ്പുറം
ഭാരതീയ ജീവിതത്തിൻ്റെ ഓരോ കണികകളിലും അതിൻ്റെ ബോധമണ്ഡലത്തിലും സന്നിവേശിപ്പിച്ച പാരതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കൊളോണിയൽ മനസ്സുകളിൽ നിന്ന് നാം പതിയെ മുക്തരായി വരുന്നു. ഇനിയും വളരെ വളരെ ദൂരം മുന്നോട്ടു പോകാനുമുണ്ട്. ഭാരതമാതാവിൻ്റെ പരമവൈഭവത്തിനായി വിശ്വഗുരുവായി അവൾ തെളിഞ്ഞു വിളങ്ങാൻ നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. വന്ദേ ഭാരതം.